സങ്കീർത്തനങ്ങൾ 25-25 സങ്കീർത്തനം വാക്യ പ്രതിവാചകമായിട്ട് 1 മുതൽ അതിൻ്റെ 10 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ വാക്യ പ്രതിവാചകമായിട്ട് വായിക്കാം. സാംസ് 25 വായിക്കുന്നു. യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. ചേർന്ന് വായിക്കാൻ 2 വാക്യങ്ങൾ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവും ആകുന്നു. നമ്മുടെ വിശുദ്ധ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് ഇരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ച ദൈവ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസം ഇന്ന് ആരാധനയായിട്ട് വിശുദ്ധ മേശയുടെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായിട്ട് തീരട്ടെ. ദൈവദാസന്മാർക്കും ദൈവജനത്തിനും സ്നേഹം കർത്താവ് യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. നമുക്കത് മൊത്തം വായിക്കുന്നില്ല. അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് 2 വേദഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് നമ്മൾ ദൈവസന്നിധി ധ്യാനിക്കുന്നു. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെ 4ഉം 5ഉം വേദഭാഗങ്ങളാണ് ഇന്ന് ദൈവസന്നിധിയിൽ വായിക്കുന്നത്. അതിനുള്ള ബന്ധത്തിലുള്ള ചില ദൈവവാക്യങ്ങൾ, വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെ 4ാമത്തെ വേദഭാഗം സാംസ് 25:4. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ ഈ സങ്കീർത്തന ഭാഗത്തിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യഹോവേ, നിൻ്റെ വഴികളെ എനിക്ക് അറിയിക്കണമേ. അടുത്തത്, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ദൈവത്തിൻ്റെ വഴി നമുക്കറിയാം. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ക്രിസ്തു ഇങ്ങനെയല്ലേ പറഞ്ഞത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അപ്പോൾ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിനെ ഇവിടെ ഈ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഭാഗത്ത് ഇങ്ങനെ കണ്ടു, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. സത്യം, ആമേൻ. ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ വലിയ സത്യത്തിലൂടെ പഠിച്ചു മുന്നേറുവാൻ ദൈവം നമ്മെ ഇന്ന് സഹായിക്കട്ടെ. നമ്മുടെ ദൈവം ആമേൻ നമ്മെ നടത്തി പഠിപ്പിക്കുന്ന ദൈവമാണ്. ആമേൻ. 1-1.5 വയസ്സുള്ള കുഞ്ഞിനെ ആമേൻ അവരുടെ മാതാവും പിതാവും എപ്രകാരം കരം പിടിച്ച് നടത്തി ആമേൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ അപ്രകാരം ദൈവം നമ്മെ കരം പിടിച്ച് നടത്തി പഠിപ്പിച്ച് ആമേൻ വളർത്തുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വീഴാതെ വണ്ണം താങ്ങുവാനും ആമേൻ തകരാതെ വണ്ണം ആമേൻ സൂക്ഷിക്കുവാനും കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ കരത്താണ് നാം വന്ന് ചേർന്നിരിക്കുന്നത്. ആ ദൈവം നമ്മെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തുമില്ല. നോക്കുക, തിരുവചനം പഠിക്കുന്ന സമയത്ത് ആമേൻ ദൈവം എപ്രകാരമാണ് തൻ്റെ വഴി ആമേൻ നമ്മെ പഠിപ്പിക്കുന്നതെന്ന് പുതിയ നിയമത്തിൽ നിന്ന് ചില വചനങ്ങൾ വായിച്ച് നമ്മൾ ധ്യാനിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. എപ്രകാരമാണ് ദൈവം തൻ്റെ വഴി നമ്മെ പഠിപ്പിക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ആമേൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന കാര്യം. എന്നാൽ ഇസ്രായേൽ ജനം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ യാഗം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. എന്നാൽ
യേശുക്രിസ്തു നമ്മെ കൂടി കണ്ടതുകൊണ്ടാണ് അപ്രകാരം ഒരു യാഗമായിട്ട് കാൽവറിയിൽ തീർന്നതെന്ന് നമ്മൾ വചനം പഠിച്ച് നമുക്കറിയാം. സ്തോത്രം. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് താൻ വളരെ എരിവുള്ളവനും തീഷ്ണതയുള്ളവനും ന്യായപ്രമാണത്തിനു വേണ്ടി ശക്തിയുക്തം നിന്ന അപ്പോസ്തലനായ പൗലോസിനെ ദമസ്കോസിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ വെച്ച് ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി നിർത്തിയപ്പോൾ ദൈവം അപ്പോസ്തലനായ പൗലോസിനെ ചില വഴികൾ, ചില മർമ്മങ്ങൾ, ചില മിസ്റ്ററീസ് പഠിപ്പിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തലനായ പൗലോസിനെ ദൈവം പഠിപ്പിച്ച 7 രഹസ്യങ്ങൾ, 7 മിസ്റ്ററീസാണ് ഇന്ന് നാം ദൈവസന്നിധിയിൽ 1 by 1 ആയിട്ട് ധ്യാനിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ സ്തോത്രം വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഫസ്റ്റ് കൊരിന്ത്യൻസ് 2-ന്റെ 1ഉം 2ഉം വേദഭാഗമാണ് നാം ആദ്യമായിട്ട് വായിക്കുന്നത്. അതൊന്ന് വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ക്രൂശിലൂടെ ഒരുക്കിയ രക്ഷ എന്ന ഒരു വലിയ മർമ്മമാണ് അപ്പോസ്തലനായ പൗലോസിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. ഒന്നാമത്തെ മിസ്റ്ററി, ക്രൂശിലൂടെ ഒരുക്കിയ രക്ഷ എന്ന ആ വലിയ മർമ്മം. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വേദഭാഗം കൂടെ വായിക്കാനോട് ബന്ധത്തിൽ ഫസ്റ്റ് കൊരിന്ത്യൻസ് 1-ന്റെ 23. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇവിടെ ദൈവദാസന്മാർ ദൈവവചനം സംസാരിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഉയർത്തുന്നത്. ക്രിസ്തുവിനെ നാം ഉയർത്തുമ്പോൾ ദൈവം നമ്മെയും ഉയർത്തും. നാം ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടിയും നിൽക്കും. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യൻസ് 4-ന്റെ 1 വായിച്ചാട്ടെ. ദൈവദാസന്മാർ ദൈവവചനം സംസാരിക്കുമ്പോൾ എങ്ങനെ എണ്ണണം? ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളണം. സ്തോത്രം. അപ്പോൾ ഇതൊരു അധികാരമുള്ള ഒരു പദവിയാണ് ഈ ഒരു സുവിശേഷ പ്രവർത്തനം, ക്രിസ്തുവിനെ ഉയർത്തുന്ന ഈ പദവി എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. സമയാസമയങ്ങളിൽ ദൈവം ദർശനം നൽകിത്തന്ന് കൃപ നൽകിത്തന്ന് ഈ ഒരു പദവിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ലജ്ജിക്കാതെ മടിക്കാതെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി അതിനായിട്ട് വേർതിരിയണമെന്ന് പരിശുദ്ധാത്മാവിൽ ഈ വചനം വെച്ച് ഞാൻ സംസാരിക്കുന്നു. വിളി ലഭിച്ചിട്ട് ദർശനം ലഭിച്ചിട്ട് മുന്നോട്ട് ഇറങ്ങി വരാത്ത പക്ഷം ദൈവം ചില വഴികളിലൂടെ കടത്തിവിട്ട് കൊണ്ടുവരുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ വിളി കേട്ടു ദൈവസന്നിധിയിലേക്ക് വേർതിരിയപ്പെടുന്നത്. അപ്രകാരമുള്ള കാഴ്ചപ്പാട് പ്രാപിച്ച് ദൈവസന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം ചിലരെ ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ മർമ്മം ഇതാണ്, ക്രൂശിലൂടെ ഒരുക്കിയ രക്ഷ എന്ന മർമ്മം. രണ്ടാമത്തെ മർമ്മം ദൈവഭക്തിയുടെ മർമ്മം. അതിനായിട്ട് ഫസ്റ്റ് തീമോത്തീസ് 3:16 വായിച്ചാട്ടെ. നോക്കുക, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. വിശ്വസിച്ചേ പറ്റൂ. യഹൂദന്മാർ അത് വിശ്വസിച്ചേ പറ്റൂ. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. അവൻ ദൂതന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ജാതികളിടയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കപ്പെട്ടു. ലോകത്തിൽ അത് ജനം വിശ്വസിച്ചു. യേശുക്രിസ്തു തേജസ്സിലെടുക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതാവണ്ണം അത് വലിയതാകുന്നു.
രണ്ടാമത്തെ മർമ്മം ദൈവഭക്തിയുടെ മർമ്മം. ഒന്നാമത്തെ മർമ്മം ക്രൂശിലൂടെ ഒരുക്കിയ രക്ഷ എന്ന മർമ്മം. രണ്ടാമത്തെ മർമ്മം ദൈവഭക്തിയുടെ മർമ്മം. ഈ മർമ്മത്തെയാണ് ചിലർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിച്ചു കളയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭക്തിയുടെ വേഷം ധരിച്ച് ദൈവശക്തിയെ ത്യജിച്ചു കളയുന്നു. ഒരു സമയത്ത് വെള്ളയുടുപ്പിട്ട് സ്റ്റേജിൽ നിന്നുകൊണ്ട് ആമേൻ കർത്താവിനെ കുറിച്ച് ആമേൻ വലിയ മർമ്മങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് പിന്നീട് ഒരു സമയത്ത് ആമേൻ കർത്താവിന് തന്നെ അപവാദം വരുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന അതിൻ്റെ ശക്തിയെ ത്യജിച്ചു കളയുന്ന ചിലരെ നിങ്ങളും കാണാറില്ലേ? നമ്മൾ അങ്ങനെയുള്ളവരാകരുതെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ഈ സത്യം മനസ്സിലാക്കിയിട്ട് പുറങ്കാലുകൊണ്ട് ചവിട്ടിക്കളയുവാൻ നമ്മൾ ഒരിക്കലും ആമേൻ ഇടയാകരുത്. അതിന് അനുവാദം കൊടുക്കരുത്. നമ്മളെ തന്നെ വിശുദ്ധിയിലും ആമേൻ വേർപാടിലും നമ്മെ തന്നെ ദിനം പ്രതി ഒരുക്കി ദൈവത്തിന് വേണ്ടി നാം കരുതിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ രണ്ടാമത്തെ ആമേൻ വായിച്ചു ദൈവഭക്തിയുടെ മർമ്മം. അടുത്തത് വായിക്കാം. റോമൻസ് 11:25. ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവത്തില്ല. ഇതൊരു രഹസ്യമാണ്. ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ രഹസ്യം? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം അനുഭവിച്ചിരിക്കുന്നു. നോക്കുക, ജാതികളുടെ സംഖ്യ എപ്പോൾ പൂർണ്ണമാകുന്നുവോ അപ്പോൾ നാം പ്രത്യാശ വെച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വരവുണ്ടാകും. നമ്മൾ അതിനായിട്ടല്ലേ കാത്തിരിക്കുന്നത്? ജാതികളുടെ സംഖ്യ എപ്പോൾ പൂർണ്ണമാകുന്നുവോ അപ്പോൾ മേഘനാദത്തിങ്കിൽ ആമേൻ വലിയൊരു ശബ്ദം, മേഘത്തിനൊരു വലിയൊരു ശബ്ദം, മഹാകാഹളത്തോടും ആമേൻ ദൂതന്മാരുടെ വലിയ കാഹളത്തോടും ആമേൻ അവിടെ കർത്താവിൻ്റെ ഒരു വലിയ പ്രത്യക്ഷതയുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അടുത്തൊരു വേദഭാഗം ഇങ്ങനെയാണ്. ആമേൻ 1 കൊരിന്ത്യൻസ് 15:50 മുതൽ 57 വരെയുള്ള ചില ഭാഗങ്ങളിൽ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. മിസ്റ്ററി അഗൈൻ. നോക്കുക, നാം എല്ലാവരും നിദ്ര കൊള്ളത്തില്ല. അന്ത്യകാഹളത്തിങ്കൽ ഒരു കാഹള ശബ്ദം കേൾക്കുമ്പോൾ ആമേൻ അവിടെ ഉയർപ്പ് സംഭവിക്കുന്നു. ഇത് ശരീരത്തിൻ്റെ രൂപാന്തരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ മിസ്റ്ററി ശരീരത്തിൻ്റെ രൂപാന്തരമാണ്. ആമേൻ. റോമൻസ് 8:29 വായിച്ചാട്ടെ. റോമൻസ് 8:29. യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. എന്തെല്ലാം ക്വാളിറ്റിയാണ് നമുക്ക് ദൈവം തരുന്നത്? അവൻ്റെ ശരീരത്തോട് അനുരൂപമാകുവാൻ, ക്രിസ്തുവിനെ ധരിക്കുവാൻ, ആമേൻ, ക്രിസ്തുവിനോട് ചേരുവാൻ. ദൈവത്തിന് സ്തോത്രം. അതിനെല്ലാം ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. സ്നാനം, ദൈവിക അഭിഷേകം, അങ്ങനെ ഓരോ സ്റ്റെപ്പുണ്ട് അവിടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളിപ്പോൾ എത്ര എണ്ണം വായിച്ചു? 5 എണ്ണം വായിച്ചു. ഒന്നുകൂടെ എടുത്ത് പറഞ്ഞോട്ടെ. യേശു ക്രിസ്തുവിലൂടെ ഒരുക്കിയ രക്ഷ എന്ന ആ വലിയ ക്രൂസിലൂടെ ഒരുക്കിയ മർമ്മം. അടുത്തത് ദൈവഭക്തിയുടെ മർമ്മം. യഹൂദൻ അംശമായി കാഠിന്യം അനുഭവിച്ചിരിക്കുന്നു എന്നുള്ള മർമ്മം. ശരീരത്തിൻ്റെ ആമേൻ രൂപാന്തരം എന്നുള്ള മർമ്മം. അടുത്തത് ആമേൻ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലാണ് എന്നുള്ളൊരു മർമ്മം. കൊലോസ്യ ലേഖനം 1:26-27. കൊലോസ്യ 1:26.
നോക്കുക, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. ഇത് മറഞ്ഞു കിടന്നൊരു മർമ്മമാണ്. നോക്കുക, സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച്, നിങ്ങൾ വചനം പഠിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോസ്തലന്മാർ 12 അപ്പോസ്തലന്മാർ, ഇവരാരും പ്രസംഗിക്കാത്തതല്ലേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അല്ലേ? അബ്രഹാം മുതൽ ഇങ്ങോട്ട് അവരാരും പ്രസംഗിക്കാത്തതല്ലേ അപ്പോസ്തലനായ പൗലോസ് മർമ്മമായിട്ട് പറയുന്നത്? പൂർവ്വകാലങ്ങളിൽ തലമുറകൾക്ക് മറഞ്ഞു കിടന്ന ഈ മർമ്മം ഇപ്പോൾ അവർ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ള ദൈവമക്കൾക്ക് അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന് 28-ാമത്തെ ഭാഗം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 26 ആ കേട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. തികഞ്ഞവരാക്കി നിർത്തുവാൻ, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുവാൻ. നമ്മുടെ സമയം പോകുന്നു, ഒരു വചനം കൂടെ വായിക്കാം. എഫെസ്യ ലേഖനം 5:31. ഒരു വചനം കൂടെ ചേർന്ന്, അടുത്തത് 32. ഇവിടെ ഒരു മർമ്മത്തെക്കുറിച്ച് പറയുന്നു. എപ്രകാരം ഒരു ഭാര്യ ഭർത്താവ് ഒന്നായി ചേരുന്നുവോ അതുപോലെ ഞാനിവിടെ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സഭ ഒരു മർമ്മമാണ്. ദൈവത്തിന് സ്തോത്രം. സഭ ഒരു മർമ്മമാണ്. കൊലോസ്യ ലേഖനം 1:24-28 കൂടെ ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 1:24 മുതൽ 28 വരെയുള്ള ഒരു 1-2 ഭാഗങ്ങൾ. അടുത്തത് ജാതികളുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. സമയമായപ്പോൾ നമ്മളെ വിളിപ്പാൻ തക്കവണ്ണം ദൈവത്തിന് ഇഷ്ടമായി. അടുത്തത്, ഈ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എവിടെ ഇരിക്കുന്നത്? ഈ വചനപ്രകാരം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എന്നുള്ളൊരു മർമ്മം. ഏകദേശം 7 മർമ്മങ്ങൾ ഞാനിവിടെ പഠിപ്പിച്ചു നിങ്ങളെ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ക്രിസ്തു ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലാണ്. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാണ്. വചനം നിങ്ങളുടെ ഉള്ളിലാണ്. ഈ വചനം ഉള്ളിൽ കിടന്നിട്ടാണോ നിങ്ങൾ ഈ പതറുന്നത്, നിങ്ങൾ ഭാരപ്പെടുന്നത്? ജീവിതത്തിൽ നഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ വേദനകൾ കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, അകത്തിരിക്കുന്ന ആളെ തിരിച്ചറിയാതെ, അകത്തുള്ള ആളെ മനസ്സിലാക്കാതെ സ്തോത്രം പതറിപ്പോകുന്ന അനുഭവം ഇന്ന് ഈ ദൈവദിനത്താൽ മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. പതറിപ്പോവരുത്, തളർന്നു പോവരുത്, ക്ഷീണിച്ചു പോവരുത്. നഷ്ടങ്ങൾ മാനുഷികമാണ്, എന്നാൽ ഒരു വലിയ ലാഭമാണ് ദൈവം നമുക്ക് നൽകി തന്നത്. അത് ക്രിസ്തു നമ്മുടെ ഉള്ളിലാണ്. ആ ക്രിസ്തുവിനെ അറിയുവാൻ ലഭിച്ച ഭാഗ്യമാണ്. ആ ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം വേർതിരിക്കപ്പെട്ട ഈ അനുഭവം ഒരു ഭാഗ്യമാണ്. ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ തക്കവണ്ണം, ക്രിസ്തുവിൻ്റെ ജോലിക്കാരനാകുവാൻ, ജോലിക്കാരിയാകുവാൻ, ഉദ്യോഗം അല്ലേ, ഉദ്യോഗം എന്നവിടെ പറയുന്നത് ആകുവാൻ ദൈവം വിളിച്ചു വേർതിരിച്ചത് ഒരു ഭാഗ്യമാണ്. ഈ ഭാഗ്യം നിരസിച്ചു കളയരുത്. ഈ ഭാഗ്യം കാലുകൊണ്ട് തട്ടി മാറ്റിക്കളയരുത്. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. ഇപ്രകാരം തൻ്റെ വഴികളെ പഠിപ്പിച്ച്, തൻ്റെ പാതകളെ മനസ്സിലാക്കിച്ച് മുന്നോട്ട് നിങ്ങളെ ജയജീവിതം നടത്തി കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. അപ്രകാരം ഒരു വലിയ ജയജീവിതം നയിപ്പാൻ തക്കവണ്ണം
ഈ വചനത്താൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.